രാജാമ്മ ഞാൻ വിളിച്ചല്ലോ. കഷ്ടമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവം കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്. കഷ്ടമായി പോയി, രോഗമായി പോയി, കഷ്ടമായി പോയി. ഇങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് വരരുത്. ഇത് നെഗറ്റീവാണ്. ഇപ്പൊ ഇവിടെ ആ വചനഭാഗം വായിച്ചു 3:10. ഇസ്രായേൽ രാജാവ് പറഞ്ഞു കഷ്ടം. കണ്ടോ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേൽ രാജാവ് പറയാണ് ദൈവത്തെ വിളിക്കേണ്ടവൻ വിളിക്കുക. അവൻ പറയാ കഷ്ടം. അപ്പൊ കർത്താവിനെ കുറിച്ചുള്ള ശക്തി ഇവൻ ഇത്രയേ ഉള്ളൂ. ദൈവം ഞങ്ങളെ നശിപ്പിക്കാൻ പോവുക എന്നുള്ളതാ. ഇനിയോ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. ചില നെഗറ്റീവ് ചിന്തകളുണ്ട്. 48 വയസ്സുള്ള ഒരാൾ വേളാങ്കണ്ണിയിലെ 22ാമത്തെ യാത്രയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു. അദ്ദേഹത്തോട് പലരും ഓസ്ട്രേലിയയിൽ നിന്ന് വരുമ്പോൾ പറയും കഷ്ടമായി കൊച്ചന്റെ. അവന് 48 വയസ്സുണ്ടെങ്കിലും ഒരു 28 വയസ്സൊക്കെ തോന്നും. നല്ല സുന്ദരൻ. 15 വർഷമായിട്ട് പെണ്ണുങ്ങളെ ഒന്നും ഇഷ്ടപ്പെടാൻ പോയത്. അപ്പൊ ഒരു കമ്പനിയുടെ MD ഭയങ്കര ശമ്പളമാണ്. അപ്പോൾ നമ്മള് കട്ടപ്പെട്ട ഈശോയുടെ സ്റ്റേഷനിൽ എത്തി. നിങ്ങൾക്ക് നാളെ വരുമ്പോഴേ ദുഃഖത്തിന്റെ 2ാം രഹസ്യത്തിൽ എത്തിയപ്പോഴേ ഈ വ്യക്തി ഇങ്ങനെ സമർപ്പിച്ചപ്പോൾ ഒരു ദർശനം കിട്ടുകയാണ്. മിന്നു കാണുക. എനിക്ക് പോൾസ് പറഞ്ഞ ഒരേ രീതിയിലാണ് ദർശനം. അപ്പൊ കറക്റ്റാണ്. ഞാൻ പറഞ്ഞു വിവാഹം നടക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞ ഒരാലോചന വന്നു. 28 വയസ്സുകാരി MSc നേഴ്സ്. 48 വയസ്സുകാരി കിട്ടിയ എത്ര വയസ്സിന്റെ വ്യത്യാസം വെച്ചാൽ അപ്പൊ ഇന്ന് അവര് 2 പേര്. അപ്പൊ 48 വയസ്സുള്ള ഈ പെണ്ണ് 28 വയസ്സുകാരനൊക്കെ 28 വയസ്സുള്ള പെൺകൊച്ചിന്റെ വീട്ടുകാരോട് അവരുടെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത. ഇന്ന് അവർക്ക് 4 കുഞ്ഞുങ്ങളും പ്രിയ സാധനങ്ങളെ മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ എപ്പോഴും പറയുന്നത് മാനുഷിക സഹജമാണ് കഷ്ടം. മാനുഷിക സഹജമാണ് കഷ്ടം. രാവിലെ ഒരു വാർത്ത നിങ്ങൾ കേൾക്കുക. ഇന്നലെ വരെ മിടുക്കനായത് നടന്ന വ്യക്തി പെട്ടെന്ന് ഒരു രോഗം പിടിപെട്ടി ICU കിടക്കും. അപ്പൊ നിങ്ങളെ വായിന്ന് വരുന്ന വാക്കെന്താ? കഷ്ടം. എന്തോ ഒരു കഷ്ടം. ഇങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെന്നർത്ഥം. ഹല്ലേലൂയ. ഇതിനകത്ത് കഷ്ടമെന്ന് പറയുന്ന 20 പേരുണ്ടെന്ന് പറയും. ബഹുഭൂരിപക്ഷം കഷ്ടം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. രണ്ടിരിക്കുന്ന ഈ റോസമ്മ ഉൾപ്പെടെ കഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഒരു വാക്ക് പറയും കഷ്ടം. എന്താ പറയുന്നത്? എന്താ പറയുന്നത്? വായിച്ചേ. വിളിച്ചിരിക്കുകയാണ്. അപ്പൊ യഹോശാഫാത്ത് രാജാവ് എന്താ പറഞ്ഞത്? അപ്പോൾ യഹോശാഫാത്ത് ദൈവഭക്തൻ ചോദിക്കുക. അവൻ കഷ്ടം എന്നല്ല പറയുന്നത്, കർത്താവിന്റെ ഹിതമറിയുവാനും. ഹിതമറിയുന്ന ഒരു പ്രവാചകൻ ഇവിടെ എവിടെയും കാണും. നമ്മള് ഇവിടെ വെള്ളമില്ലാതെ ഇവിടെ നിൽക്കുമ്പോഴേ ഈ ദേശത്ത് ഇവിടെ ഒരു പ്രവാചകനെ ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഞാനൊരു പ്രവാചക ശബ്ദത്തിൽ ഇവിടെ നിൽക്കുന്നു. ഒരു വചന പ്രഭാഷകൻ ആരാ? പ്രവാചകൻ അറിയാം ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പ്രവാചകൻ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇസ്രായേൽ രാജാവിന്റെ പടയാളി തന്നെ പറയും. എന്താ അവൻ പറഞ്ഞത്? വായിച്ച ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നു വരും. ശാഫാത്തിന്റെ മകനുമായ എലീശയുണ്ട്. ആരുണ്ട് ഇവിടെ? ആരുണ്ട്? ഇവിടെ ഒരു പ്രവാചകനുണ്ട്. നിസ്സാരക്കാരനല്ല. ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനാ. ഷാഫാത്തിന്റെ മകനാ. 12 കാളെ പൂട്ടിക്കൊണ്ടിരിക്കുമ്പോ കാളയും കലപ്പയെല്ലാം കത്തിച്ചിട്ട് ദൈവത്തിന്റെ കൂടെ പോയവന്. ഇനി അവൻ മാത്രം എനിക്ക് മതിയെന്ന് പറഞ്ഞ എലീശ. അപ്പൊ എലീശ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഇനി അടുത്ത വായന നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത യഹോശാഫാത്ത് പറഞ്ഞു
കർത്താവിന്റെ വചനം. ഓ പ്രിയ സാര, നിന്റെ കൂടെ കർത്താവിന്റെ വചനമുണ്ടോ? അടുത്തിരിക്കുന്ന കൂടപ്പറമ്പിന്റെ കൈക്ക് പിടിച്ചോണ്ട് ചോദിച്ചു, കൂടപ്പറമ്പെ കർത്താവിന്റെ വചനം കൂടെ തങ്കച്ചായ കർത്താവിന്റെ വചനമുണ്ടോ? ഉണ്ട്, കണ്ടോ? തങ്കച്ചായനെന്ന് പിടിച്ച് തങ്കച്ചായൻ പറയുന്നേ, തങ്കച്ചായൻ പിടിച്ചോ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനമുണ്ടെന്ന് പറയാ. എന്റെ കൂടെ ഉണ്ട്. കരമടിച്ചോ ദൈവത്തെ മാറ്റി പിടിച്ചു. അപ്പൊ കർത്താവിന്റെ വചനം ആരോടുണ്ട്? കർത്താവിന്റെ വചനം. എന്റെ പ്രിയ സാരങ്ങളെ, ഒരാളുടെ കൂടെ ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ, വചനമുള്ള വചനം 78 വയസ്സിൽ പടി പിടിച്ച് എത്ര പേരെ കൊണ്ട് വന്നിരിക്കുന്നത്? 8 പേരെ കൊണ്ട് വന്നത്. വെടിക്കെട്ട് കഴിഞ്ഞി കൊടുത്തു. വെടിക്കെട്ട് കഴിഞ്ഞു 78 വയസ്സുള്ള അപ്പച്ചന് 8 പേരെ കൊണ്ട് വന്നത്. കർത്താവിന്റെ വചനം കൂടെ ഉള്ളതുകൊണ്ടല്ലേ. തരസമ്മ കേട്ടോ, കർത്താവിന്റെ വചനം എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം മാവേലിക്കരയിലോട്ട് പോകുമ്പോഴേ ഒരാൾ കൈകൊട്ടി വിളിക്കുക, നിർത്ത് 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 നിർത്ത്, സാറേ നിർത്ത്. നിർത്തിയപ്പോ എന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരൻ എന്താ വിളിച്ച കണ്ടപ്പോ സന്തോഷം തോന്നി. ഞാനേ പക്ഷെ അറിയുന്നുണ്ട്, യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ഒരു കാര്യം പറയാൻ, ഒരു കുടുംബത്തിന്റെ ഒരു പ്രശ്നം പറയാൻ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, കർത്താവിന്റെ വചനം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ വിളിച്ചത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ബൈബിളിലെ ഇവനിങ്ങനെ പഠിച്ചു. ആ വ്യക്തി എന്നോട് പറയാം, കർത്താവിന്റെ വചനം നിന്റെ കൂടെ ഉണ്ട്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചത്, താങ്കളുടെ കൂടെ കർത്താവിന്റെ വചനമുണ്ടോ? വചനം ഉണ്ടെങ്കിൽ എന്തുണ്ട്? എല്ലാം ഉണ്ട്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാൽ വചനം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. കർത്താവിന്റെ വചനം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. വചനം എന്ന് പറയുന്നത് എന്താണ്? അവന്റെ വചനം നിമിത്തം. അവന്റെ വചനം എന്താണ്? അവന്റെ വചനം 1 പത്രോസ് 1:25. ഈ വചനം മറക്കരുത്. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 24 തൊട്ട് വായിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. 1 പത്രോസ് 1-ാം അധ്യായം 24 തൊട്ടുള്ള വചനം വായിക്കുമ്പോൾ, എന്തെന്നാൽ മനുഷ്യനെല്ലാം പുൽക്കൊടിക്ക് തുല്യനാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് താങ്കൾ ഒരു പുൽക്കൊടിക്ക് തുല്യമാണെന്ന് പറഞ്ഞു. അടുത്ത വചനം പറയുന്നു, പുല്ലിന്റെ പൂവിന് തുല്യവും. പുൽക്കൊടികൾ വാടിക്കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു. എന്നാൽ കർത്താവിന്റെ വചനം വലതുകരം ഉയർത്തി എല്ലാവരും പറഞ്ഞു, എന്നാൽ കർത്താവിന്റെ വചനം എന്നും നിലനിൽക്കും. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, നിലനിൽപ്പ് വേണോ വചനം വേണോ? നിലനിൽപ്പ് വേണോ? വചനം വേണം. മക്കൾക്ക് നിലനിൽപ്പ് വേണോ? കുടുംബത്തിന് നിലനിൽപ്പ് വേണോ? അവന്റെ കൂടെ വചനം ഉണ്ടെങ്കിൽ നിലനിൽക്കും. പ്രിയ സഹോദരങ്ങളെ, വലിയ IAS ഓഫീസർ, ചീഫ് സെക്രട്ടറി റാങ്കിൽ റിട്ടയർഡ് ആയ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ 4 പ്രാവശ്യം ആത്മഹത്യക്ക് ഒരുക്കും. പക്ഷെ 4 പ്രാവശ്യവും അതിന്ന് വെച്ച് ഇപ്പൊ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ജീവിക്കുന്നത് എന്റെ അമ്മയുടെ കൂടെ. കാരണം 4-ാം ക്ലാസ് വരെ അമ്മ പഠിച്ചിട്ടുള്ളൂ. കർത്താവിന്റെ വചനം അമ്മയുടെ കൂടെ. IAS-കാരനായ വ്യക്തി പറയുക, കർത്താവിന്റെ വചനം എന്റെ അമ്മയുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. കരമുയർത്തിയൊരു ഹല്ലേലൂയ. ശക്തിയില്ലല്ലോ, ഗുണമില്ലല്ലോ. ഈ ഊണൊക്കെ കഴിഞ്ഞപ്പോ ഉറക്കം വരുന്നു മലയാളിയുടെ സ്വഭാവം. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വചനം ആരുടെ കൂടെ ഉണ്ട്? അവന്റെ കൂടെ ഉണ്ട്. അപ്പൊ കർത്താവിന്റെ വചനം കൂടെയുള്ളവന്റെ അത് നിത്യം നിലനിൽക്കുന്നു, ഒരിക്കലും. അപ്പൊ ഈ വചനത്തെ മുറുകെ പിടിക്കാൻ എന്ത് കിട്ടും? ഫിലിപ്പി 2:16. ഈ വചനം പറയുന്നത് എല്ലാവരും നേരിട്ട് പറഞ്ഞ ഫിലിപ്പി. എല്ലാ ബസ്സിനകത്ത് ഒരു 10 പേരെങ്കിലും എഴുതിയെടുക്കും. എല്ലാവരും ഇതിനകത്ത് ചക്കക്കുരു പോലും വന്ന് ഇരുന്ന് ഇരിക്കുവാണ്. ആർക്കൊന്ന് എഴുതിയെടുക്കണമെന്ന് ആഗ്രഹമില്ല. മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈലിലെങ്കിലും ഒന്ന് നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ച ഫിലിപ്പി 2:16 വായിച്ചേ. നിങ്ങൾ ജീവന്റെ വചനത്തെ, എന്താണ് ഈ ലോകത്തിലെ പുസ്തകത്തിലൊന്നും ജീവനില്ല. ഇപ്പൊ ജീവനുള്ള പുസ്തകം
ബൈബിള് മാത്രമേ ഉള്ളൂ. ഇതിനെന്തുണ്ട്? ജീവൻ ഉണ്ടെങ്കിൽ എന്താണ്? ജീവന്റെ പ്രത്യേകത എന്തുവാ? ജീവൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ലോകത്തിലെ ഏത് പുസ്തകം വായിച്ചാലും പ്രവർത്തിക്കത്തില്ല, ബൈബിള് വായിച്ചാൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് വചനം പറയുന്നത്. നിങ്ങൾ ജീവന്റെ വചനത്തെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്കൊന്ന് മുറുകെ പിടിച്ചോണ്ട് വരാം. മുറുകെ പിടിക്കും, ഒന്ന് മുറുകെ പിടിക്കും. ഇടത്ത് വലത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കൈ പിടിച്ചോണ്ട് വരാം. എന്തേ മുറുകെ പിടിക്കണം? മൊബൈൽ ഫോണല്ല, ATM അല്ല, ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കും. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അടുത്ത വചനം പറയുക, ഞാൻ ഓടിയത്, ഇതുവരെ ഓടിയത്. തത്സമയം LICക്ക് വേണ്ടി ഓടുക, ആളിനെ ചേർക്കാൻ വേണ്ടി. ഈ ഓടിയത്, അധ്വാനിച്ചത് വ്യർത്ഥമാകത്തില്ല. ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും വ്യർത്ഥമാകത്തില്ല. ക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ പ്രിയ സാരങ്ങളെ, ഈ വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ എങ്കിൽ നിന്റെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ഹല്ലേലൂയ. വലുതേറെ ഉയർത്തി പറ, ഞാൻ വചനത്തെ മുറുകെ പിടിച്ചാൽ എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം. ഉറപ്പുള്ള കരമടിച്ച് ദൈവത്തിന് ഇത് ഇങ്ങനെ പറക്കുന്നതാണ്. കൈയൊക്കെ ഒന്ന് വേദനിച്ചു, ഇടത്തോട്ട് വലത്തോട്ട് നോക്കി അടിച്ച് ഹല്ലേലൂയ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അടിച്ചു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്താണ്? ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കും. അപ്പൊ ഈ വചനമാണ്. അപ്പാണ് യഹോശാഫാത്തിലേക്ക് വരിക. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരിക. 3:10-11 വചനത്തിലേക്ക് വന്നപ്പോഴേ അപ്പൊ യഹോശാഫാത്ത് എന്താ പറഞ്ഞത്? കർത്താവിന്റെ വചനം അവന്റെ കൂടെയുണ്ട്. എന്താ പറഞ്ഞത്? ആരുടെ കൂടെ ഉണ്ടെന്ന്? എലീശയുടെ. ഞാൻ ചോദിക്കുമേ, ഉറങ്ങുന്നവരോട് ചോദിക്കും. ആരോട്? അപ്പൊ ശ്രദ്ധിച്ച്, കർത്താവിന്റെ വചനം എലീശയുടെ കൂടെ. അയച്ചു. അപ്പൊ എന്താണ് അടുത്ത വചനം പറയുന്നത്? അയച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം വചനം നമ്മൾ വായിച്ചില്ലേ? കർത്താവിന്റെ വചനം അവനോട് കൂടെയുണ്ട്. ഇസ്രായേൽ രാജാവും യഹോശാഫത്തും ഏദോം രാജാവും 3 രാജാക്കന്മാരെ അവന്റെ എടുത്തു. നീ നോക്കി, ഇങ്ങോട്ട് നോക്കി. എത്ര രാജാക്കന്മാരെ? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ അയ്യോ എന്നൊക്കെ പറയും. പക്ഷേ പ്രവാചകൻ എടുത്തു പറഞ്ഞു. പ്രവാചകൻ എന്താ പറഞ്ഞത്? ഇസ്രായേൽ രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിനക്ക് എന്തിനാണ് ഇവിടെ കാര്യം? ഇങ്ങോട്ട് നോക്കിയ രാജാവിന്റെ മുഖത്ത് നോക്കി. പ്രവാചക ദൗത്യം എന്ന് പറഞ്ഞാൽ ആ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയാൻ കഴിവുള്ളവനാണ്. ഇന്ന് തെറ്റിന് നേരെ കണ്ണടയ്ക്കും. ഒരാൾ തെറ്റ് ചെയ്താൽ കണ്ണടയ്ക്കും. അതൊരിക്കലും ശരിയല്ല. തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ടാകും. വളരെ ഇത് തെറ്റിന് നേരെ കണ്ണടയ്ക്കരുത്. തെറ്റിന് നേരെ കണ്ണടയ്ക്കരുത്. അപ്പൊ തെറ്റ് തെറ്റാണെന്ന് നമ്മൾ പറയണം. ഹല്ലേലൂയ. ഉയർത്തി ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താ വചനം പറയുന്നത്? ഇസ്രായേൽ രാജാവിന്റെ മുഖത്ത് നോക്കി പ്രവാചകൻ ചോദിക്കുകയാണ്, നിനക്കെന്താണ്? രാജാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുക, നിനക്കെന്താണ് ഇവിടെ കാര്യം? നിന്റെ മാതാപിതാക്കന്മാരുടെ പ്രവാചകന്മാരെ സമീപിക്കൂ. എന്നാൽ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു, ഇല്ല, ഞാൻ ഏൽപ്പിക്കില്ല. അതുകൊണ്ട് അപ്പൊ പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട്. എലീശ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവാണ്. ഈ ദൈവഭക്തനായ യഹോശാഫാത്ത് ഇല്ലായിരുന്നെങ്കിൽ നിന്റെ മുഖത്ത് പോലും നിന്നെ ഞാൻ നോക്കത്ത് പോലും ഇല്ല. ഇങ്ങോട്ട് നോക്കി, ഈ കൂടെ വന്ന ഒരു ദൈവഭക്തൻ ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ നോക്കുക പോലും ഇല്ലായിരുന്നു. ഒരു ദൈവഭക്തനായ ഒരു രാജാവ് കൂടെ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ നോക്കുക പോലും ചെയ്യില്ല. എന്നിട്ട് എന്താ അടുത്ത ഞാൻ പറയുന്നത്? ഒരു ഗായകനെ വരും. ഇങ്ങോട്ട് നോക്കി, എല്ലാവരും ഇങ്ങോട്ട് നോക്കിയെന്നെ. ഗായകനെ എന്തിനൊക്കെ? അതാണ് പ്രൈസ് ആൻഡ് നമ്മൾ സ്തുതിക്കുന്നത്. പെട്ടെന്ന് കയറി വചനം പറയുന്നത് ഗായകനെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഗായകൻ വന്നു. അപ്പൊ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുമ്പോൾ നമ്മൾ സ്തുതിക്കുമ്പോൾ ഈ സ്തുതി കഴിയുമ്പോൾ സ്തുതിക്കുന്ന സമയത്ത് സാത്താൻ ഇളകി മാറുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. ഗായകൻ പാടിയപ്പോൾ
കർത്താവിന്റെ ശക്തി എലീശായുടെ മേൽ ആവസിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് എന്താണ് അടുത്ത വചനം? അവൻ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം. ഇങ്ങോട്ട് എല്ലാവരും ഇങ്ങോട്ട് നോക്കി, ആരും ഉറങ്ങരുത്. വരണ്ട അരുവിത്തടം എന്താകും? അച്ഛാ, വരണ്ട് കിടക്കുന്ന സ്ഥലം, വെള്ളം വേണമെങ്കിൽ എന്ത് വേണം? മഴ പെയ്യണം. തലസമയം മഴ പെയ്യാതെ വെള്ളം വരുമോ? മനുഷ്യബുദ്ധി പറയും മഴ പെയ്യാതെ. പക്ഷെ പ്രവാചകൻ എന്ത് പറഞ്ഞു? കുളങ്ങൾ കൊണ്ട് നിറയും, കാറ്റോ മഴയോ. ഇങ്ങോട്ട് നോക്കി, നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടത്താൻ ദൈവത്തിന് മറ്റൊന്നും വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കൈവശം ഒന്നുമില്ലെങ്കിൽ കർത്താവിന് അത്ഭുതം നടത്താൻ പറ്റും. ഹല്ലേലൂയ. കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല. അരുവിത്തടം ജനങ്ങൾ കൊണ്ട് നിറയും, നീയും കാലിക്കൂട്ടും. നിന്റെ 10,000 കാലിക്കൂട്ടും, മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. വലതുകരമുയർത്തി 5 പ്രാവശ്യം പറ, എന്റെ വിഷയങ്ങളെല്ലാം ദൈവത്തിന് നിസ്സാരമാണ്. എല്ലാവരും ശ്രദ്ധിച്ച്, എല്ലാവരും ശ്രദ്ധിച്ച്. നിസ്സാരമാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം നമുക്ക് നിസ്സാരം. ആത്മാവിൽ കുഞ്ഞേറിന്റെ പ്രശ്നങ്ങളിൽ കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ ഇതാ അവയെല്ലാം ദൈവം അവയെല്ലാം നിസ്സാരമാക്കി മാറ്റുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാറ്റോ മഴയോ പെയ്യയില്ല. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ദൈവത്തിന് നിസ്സാരമാണ് എന്ന് ബോധ്യമുള്ള ഒരു കരമുയർത്തി ഹല്ലേലൂയ. വേളാങ്കണ്ണിയിലെ 78ാമത്തെ യാത്ര. 15 വർഷം മക്കളില്ലാത്ത ഒരു കുടുംബം. അവരോട് വൈദ്യശാസ്ത്രം പറഞ്ഞു, നിങ്ങൾ ദത്തെടുത്താൻ പറഞ്ഞു. എല്ലാം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊരിക്കലും ഗർഭപാത്രത്തിന് കട്ടിക്കുറവുള്ളത് കൊണ്ട് ഗർഭിണിയായാലും അത് അബോർട്ട് ചെയ്ത് അങ്ങനെ 12 എണ്ണം അങ്ങനെ പോയത് കൊണ്ട് പറഞ്ഞു. അപ്പൊ ഈ വിഷയം ഞാനിവിടെ ഈ വിഷയം വെച്ച് ക്ലാസ് എടുത്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ബസ്സിനകത്ത് പറഞ്ഞു, നിങ്ങളുടെ വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കർത്താവിന് നിസ്സാരമാണ്. ഈ ഭാര്യ ഭർത്താവ് കരം കോർത്ത് പിടിച്ച് എല്ലാവരെയും കൊണ്ട് സ്തുതിക്കും, ഇവരും സ്തുതിക്കും. ഇവർ കരഞ്ഞുകൊണ്ട് സ്തുതിക്കുമ്പോഴേ ദൈവം ഒരു ദർശനം നടത്തുകയാണ്. 2 കുഞ്ഞുങ്ങളെ കാണിക്കും. ഞാൻ പറഞ്ഞു, മക്കളില്ലാത്ത ദമ്പതിമാർക്ക് 2 കുഞ്ഞുങ്ങളെ തരുന്നത്. ഇവര് 2 പേര് ബസ്സിലിങ്ങനെ ഇരുന്ന് അത് ഞങ്ങളാണ് എന്ന് പറഞ്ഞു. ബസ്സിലിരിക്കുന്നവര് മൊത്തം കാര്യം. പ്രിയ സഹോദരങ്ങളെ, 3 മാസത്തിന് ശേഷം പറഞ്ഞ വിശേഷമുണ്ട്. 2 കുഞ്ഞുങ്ങൾ ഏകദേശം ഇന്നേക്ക് ഒരു 8 വർഷത്തിന് മുമ്പ് നടന്നു. ഇന്ന് 7 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയും. ഹല്ലേലൂയ. അപ്പൊ 2 കുഞ്ഞുങ്ങളെന്ന് കട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് കട്ടിക്കുറവായതുകൊണ്ട് ഇത് പെട്ടെന്ന് അബോർഷൻ, ഏറ്റവും ഒടുവിൽ പ്രസവ സമയമായപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ദൈവം തന്നതാണെങ്കിൽ ഒരു ഓപ്പറേഷനും ഇല്ലാതെ നടത്തും. ഇവരിങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കത്തിവെക്കാനായിട്ട് നടക്കും. കത്തിവെക്കാൻ എന്തിനാ പോകുന്നത്? അച്ഛനറിയാം കാശ് ഉണ്ടാക്കാനാണ്. അച്ഛനറിയാം കാശ് ഉണ്ടാക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാവുന്നു. വീണ്ടും കർത്താവിനെ കൊണ്ട് അവരുടെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് വേദന വന്നു. അന്ന് വൈകിട്ട് ഞാൻ പോകുമ്പോൾ 10-20 കോള് കിടക്കും. നോക്കിയിട്ട് ഇവരുടെ കോളാണ്. 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം കൊടുത്ത്. മനുഷ്യൻ പറയുന്നു ഇത് സാധിക്കത്തില്ല. ഇത് കർത്താവിന് അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, താങ്കളുടെ പ്രശ്നങ്ങളെല്ലാം നിസ്സാരമാണ്. ആണോ? ആണെങ്കിൽ ഒരിക്കൽ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കടന്നു വന്ന ഓരോ മക്കളെയും ദൈവങ്ങളെയും അവിടെ എല്ലാ പ്രശ്നങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തുതിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി.
പ്രിയ സഹോദരങ്ങളെ, ഇത് കർത്താവിന് നിസ്സാരമാണെങ്കിൽ അത് സംഭവിക്കേണ്ട, അത് സംഭവിച്ചില്ലെന്ന് അറിയണ്ടായി. അതിന്റെ 20-ാം വചനം വായിച്ച് പിറ്റേ ദിവസം നാളെ വേളാങ്കണ്ണിയിലെ പ്രഭാത ബലിക്ക് സമയമാകുമ്പോൾ ഏതോ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ നാളത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് നടത്തി തരുമെന്ന് ഉറപ്പുള്ളവരെ ഒന്ന് വിളിച്ചു വിളിച്ചേ. എല്ലാവരും അസ്വസ്ഥകളിൽ ഓരോ കുടുംബങ്ങളെ വിടുവിച്ച് ചൈതന്യം പകരണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവങ്ങളിൽ ശക്തി പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ശ്രദ്ധിച്ചേ, പിറ്റേ ദിവസം പ്രഭാത ബലിക്ക് നമ്മുടെ പിറ്റേ ദിവസം നാളത്തെ ദിവസം അടുത്തിരിക്കുന്ന വ്യക്തികളാണ്. നാളത്തെ ദിവസം പ്രഭാത ബലിക്ക് പോകുന്നതിന് മുമ്പ് സഹോദരൻ അതിന്റെ കാര്യം നടത്തിയിട്ട് കേട്ടോ. ബലിക്ക് പോകുന്നതിന് മുമ്പ് ദൈവം നടത്തി തരുമെന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കും. സരസമ്മേ, ഈ വരവൊരു 1.5 വരവാ. കർത്താവ് പറയുന്നുണ്ട് കേട്ടോ. ചില മേഖലയിൽ കർത്താവ് അത്ഭുതം നടത്തും, ചില ഏതോ ഒരു വിഷയത്തിൽ നൊമ്പരപ്പെടുന്നുണ്ട്, അതിൽ നിന്ന് കർത്താവ് തൊടാൻ പോവാം കേട്ടോ. ഹല്ലേലൂയ, കേൾക്കുന്നുണ്ടോ? നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ അച്ഛന്റെ സഹോദരി വന്നിട്ടുണ്ട്. അച്ഛനെ അറിയത്തില്ലേ? നെടുമുടി അച്ഛനാ? അല്ല, ഈ വേളാങ്കണ്ണി ഏറ്റവും കൂടുതൽ വന്ന അച്ഛന്റെ പേര് പറഞ്ഞു. ഈ വേളാങ്കണ്ണി ട്രിപ്പിനെ ഒത്തിരി അനുഗ്രഹിച്ച അച്ഛന്റെ പേര് പറഞ്ഞു. ജോസഫ് അച്ഛന്റെ എത്രാമത്തെ സഹോദരിയാ? കസിന. മറ്റേ അടൂരിലുള്ള സഹോദരി നേരെ അച്ഛന്റെ ഫസ്റ്റ് കസിന. ഹല്ലേലൂയ. അച്ഛനാ കൊണ്ടുവിട്ട് നിങ്ങൾ കണ്ടില്ലേ? അച്ഛനെ കണ്ടില്ലേ? ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ കർത്താവ് ഇടപെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. പേരെന്നാ? അപ്പൊ പ്രിയ സഹോദരാ, നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ കർത്താവ് ഇടപെടുന്നു. അതാണ് ടീച്ചറിനോട് ആരാധന സമയത്ത് വിജി ടീച്ചറെ ചെയ്യുന്ന നല്ല നൊമ്പരത്തിൽ ഇരിക്കുമായിരുന്നു. കർത്താവ് പ്രത്യേകം വിളിച്ചിട്ട് പറഞ്ഞു, വിജി ടീച്ചറെ വിഷമിക്കേണ്ട, കർത്താവ് ഇടപെട്ട് വരുന്നത്. അപ്പൊ പ്രിയ സഹോദരാ, നിന്റെ ജീവിതത്തിൽ നാളെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം നടത്തുമെന്ന് ഉറപ്പുള്ളവര് മാത്രം ഒരിക്കൽ കൂടി എല്ലാ ദിവസവും 4:30 ഞാന് 5 കൊല്ലത്തിന് മുമ്പ് പള്ളിയിൽ പോകാനോട് എണ്ണീറ്റപ്പം കുഞ്ഞിയും കൊച്ചു താഴെ പോകുമായിരുന്നു. കാരണം ഒരു കാലം തളർന്നു പോകും. കാരണം ടോക്കൊന്നും അല്ലായിരുന്നു, ഷുഗറും ഭാഗവും എല്ലാം കൂടെ കൂടി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ 4 ദിവസം ആശുപത്രി കിടന്നു. എത്തപ്പടി ആശുപത്രി ചെന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോമസ് സഭാഷൻ 3-ാം പൊക്കം വന്നിട്ട് അവന്മാരെന്നാ പറഞ്ഞു, നമ്മളെ മുട്ടുകാല് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞ് അവന്മാരെ കാശ് മേടിക്കാനായിട്ടാ എല്ലാവരും വീട്ടിൽ പോക്കോളാൻ പറഞ്ഞു. ഷുഗർ മാറ്റുവാണ് പണിയാവും. പിറ്റേ ദിവസം രാവിലെ ഡിസ്ചാർജ് കഴിയുന്നത്. ഞാൻ എന്ത് അസുഖം വന്നാലും കർത്താവിന്റെ കാക്കായും പിതാതെ എണ്ണിക്ക് എഴുതുമ്പോൾ എന്റെ തമ്പുരാനെ എന്റെ ഈ മുറി കൊണ്ട് നീ ഉറക്കി തന്നെ അങ്ങനെ ഞാൻ വർദ്ധിക്കുന്നവനായി. ചേർത്ത് കഴിയുമ്പോഴേ അതിനകത്ത് ഇട്ടിട്ട് പറയും, കർത്താവേ എന്റെ കാര്യങ്ങളെല്ലാം നീ ഒന്ന്. അപ്പൊ പ്രിയ സാധനങ്ങളെ, നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നാളെ നടത്താൻ പോവുക. ഉറപ്പുണ്ടോ പ്രിയ സഹോദരാ? ഉറപ്പുണ്ടെങ്കിൽ നീ ഒന്ന് ആ വചനത്തെ ഒന്ന് ഏറ്റി പിടിച്ച് യേശുവേ ഒന്ന് ഉറക്കം പിടിച്ച് അപ്പൊ പ്രിയ സഹോദര, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവം, ഈ ദൈവത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഈ ദൈവത്തെ കുറിച്ച് പറയുവാൻ ഈ യാത്രയിലുടനീളം ഇതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ യാത്ര ആത്മീയരായിട്ടുള്ളവർക്ക് ചേർത്തു. അവസാന യുവജനങ്ങളൊക്കെ മാറുന്ന കഴിഞ്ഞ ദിവസം ഒരു യുവാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ വേളാങ്കണ്ണി ട്രിപ്പൊക്കെ ഞാൻ കാണുന്നുണ്ട്,
പക്ഷെ 1 മണിക്കൂറെങ്കിലും ഒരു പടമിട്ട സിനിമ വില വിടുവോ? ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കത്തില്ല. അങ്ങനാണെങ്കിൽ ഞങ്ങളൊരു 12 പേര് വരാനിരിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങളെ 12 പേര് വരണ്ടാണ്. സിനിമാ പാട്ടിട്ട് ഇതിനകത്തൊരു അടിപൊളി ഇന്ന് സിനിമയൊക്കെ ഇട്ടുകൊണ്ടാണ് പലരും യാത്രകൾ, ടൂറാ, ട്രിപ്പ്. ഹല്ലേലൂയ. പക്ഷെ ഞങ്ങൾക്ക് അതിന് ദുഃഖത്തില്ല. ഞങ്ങളോട് ദൈവം അത് അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര, ദൈവത്തിന്റെ വചനം കേട്ട് ആത്മാവിന്റെ രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ നിന്റെ ജീവിതം രക്ഷപ്പെടണം. യേശുക്രിസ്തു 800 കോടി ജനങ്ങളുടെയും ദൈവമാണ്. ആരുടെ ദൈവമാണ്? ബൈബിളിൽ പറയും അവൻ ആരാണ് എന്ന്. അപ്പോസ്തല പ്രവർത്തനം 17:26 വായിച്ചേ. എല്ലാവരും നേറ്റു പറഞ്ഞ അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം 26-ാം തിരുവചനം. അപ്പോ ഒന്നൊക്കെ പറഞ്ഞ് അപ്പോസ്തല പ്രവർത്തനം 17:26 വായിച്ചേ. അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിവിധ കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മെല്ലാവരും നിന്ന് അകലെയല്ല. എന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു, ചരിക്കുന്നു. അവിടുന്ന് നാം ജീവിക്കുന്നു, ചരിക്കുന്നു. അപ്പൊ 800 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു. കത്തോലിക്കന്റെ മാത്രമാണോ? സകല സരസമ്മയുടെ ദൈവമാണ്, ശിവശങ്കരന്റെ ദൈവമാണ്, ശിവന്റെ ദൈവമാണ്. എല്ലാവരുടെയും ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ഹല്ലേലൂയ. വേറൊരു ദൈവമില്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. വേറെ ഒരു ദൈവവും ഈ ലോകത്തിലില്ല, ഒരേ ഒരു ദൈവം. ഹല്ലേലൂയ. ഈ ദൈവം നമ്മോടൊപ്പം ജീവിക്കുന്ന ദൈവമാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചോണ്ട് പറയാം, നമ്മോടൊപ്പം ഇവിടെ ഉണ്ട്. ഈ ദൈവം നമ്മോടൊപ്പം ജീവിക്കുന്ന ദൈവം. ഞാനിവിടെ നിൽക്കുന്ന കാണുന്നുണ്ടോ? എന്നെ കാണുന്നവരൊന്ന് കൈപൊക്കിക്ക്. എന്നെ കാണുന്നവർ, കാണാത്തവർ കൈപൊക്കുന്നത് ഉറങ്ങിപ്പോയോ? എന്നെ കാണുന്നുണ്ടോ എന്നാ ചോദിച്ചത്. കട്ടി പിടിച്ചിട്ട് ചോദിച്ചു, എന്നെ കാണുന്നുണ്ടോ? ഹല്ലേലൂയ. കാണുന്നുണ്ടോ എന്ന് കൈപൊക്കിക്ക്. എല്ലാവരും കൈപൊക്കി. കാണുന്നുണ്ടോ? പക്ഷെ ഇതിനേക്കാൾ വലിയ യാഥാർത്ഥ്യം യേശുക്രിസ്തു ഇവിടെ ഉണ്ട്. ആമേൻ, ആമേൻ. ക്രിസ്തു ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏലിയ മരിച്ചു, എലീശ മരിച്ചു. ഏലിയായിക്ക് അപ്പോ ഇറച്ചി കൊടുത്ത കാക്ക ചത്തു. പക്ഷേ ഏലിയായുടെയും എലീശായുടെയും കാക്കയുടെയും ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ അവിടെ ഇല്ല. അവൻ പിന്നെ എവിടെയാ? കരമടിച്ച് അവൻ എന്നോടൊപ്പം, അവൻ എന്റെ അരികിൽ. ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. ഒരിക്കലും നിന്നെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ, ഒരിക്കലും നിന്നെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് ബൈബിളില് ആവർത്തിച്ച് പറയുന്ന ഒരേ ഒരു ദൈവം. അതുകൊണ്ടാണ് സാധു കൊച്ചോനെ ഉദ്ദേശിച്ച് ഇങ്ങനെ പാടിയത്. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പൊറ്റി പുലർത്തിയ ദൈവം മതി. ഒന്ന് പാടിക്കേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പൊറ്റി പുലർത്തിയ ദൈവം മതിയെന്ന്. അവൻ മതിയെന്ന്. എനിക്കത് മതിയെന്ന് പറ. എനിക്ക് യേശു മതിയെന്ന്. അവൻ മാത്രം മതിയെന്ന്. കരങ്ങളുയർത്തി പറഞ്ഞ് അവൻ മാത്രം മതിയെന്ന് പറഞ്ഞ്. അവൻ മാത്രം മതി. അവൻ മാത്രം മതിയെന്ന് പറഞ്ഞു. അവൻ മാത്രം മതി. യേശു മാത്രം മതി. യേശു മാത്രം മതി. യേശു മാത്രം മതി എനിക്ക്. മറ്റൊന്നും വേണ്ട. കരങ്ങളുയർത്തി പറഞ്ഞ് മറ്റൊന്നും വേണ്ട.
മറ്റൊന്നും വേണ്ട, യേശു മാത്രം മതി. അപ്പൊ ഈശോ മാത്രമുള്ളവന്, അവൻ മാത്രം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ എല്ലാം ഉണ്ട്. ഈശോ ഉള്ളവനെല്ലാം ഉണ്ട്. പ്രിയ സഹോദര, നിന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറുണ്ടോ? എങ്ങനെ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും? ഹല്ലേലൂയ. അവന്റെ വചനത്തെ ഒന്ന് മുറുകെ പിടിക്കാൻ തയ്യാറുണ്ടോ? അവൻ നമ്മളിൽ നിന്ന് അകലെയല്ല, അവൻ നമ്മോടൊപ്പമാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് അവൻ ഒരിക്കലും അകലെയല്ലെന്ന്, അവൻ അരികിൽ. ഹല്ലേലൂയ. അവൻ അരികിലാണ്. അരികിലിരിക്കുന്ന ദൈവത്തെ നിനക്കൊന്ന് തൊടാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഈശോയെ മഹത്വം, ഈശോയ്ക്ക് മാത്രം മഹത്വം, ഈശോയ്ക്ക് മാത്രം മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു അടുത്തിരിക്കുന്ന വ്യക്തികളോട് ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. കർത്താവില്ലാത്ത ഒരു നിമിഷം എന്റെ. അതുകൊണ്ടാണ് നിങ്ങളുടെ വായിൽ നിന്ന് ഓരോ വാക്കുകൾ, ഒരു ക്രൈസ്തവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കും. കാരണം എന്റെ കൂടെ ആരുണ്ട്? എന്റെ കൂടെ ആരുണ്ട്? പറഞ്ഞേ, എന്റെ കൂടെ ആരുണ്ട്? ഈശോയുണ്ട്. ഈശോ ഉണ്ടെങ്കിൽ എന്താണ്? അതുകൊണ്ടാണ് സങ്കീർത്തകനായ ദാവീദ് 19-ാം സങ്കീർത്തനം അതിന്റെ 14-ാം വചനത്തിൽ എഴുതി വെച്ചിരിക്കും. എന്താണ് സങ്കീർത്തനം 19:14 എഴുതി വെച്ചിരിക്കുന്നത്? എന്താണ് 19-ാം സങ്കീർത്തനം അതിന്റെ 14-ാം വാക്യം? എല്ലാവരും നേർഞ്ഞ 19:14. എന്റെ അപേക്ഷയിലെയും വിമോചകനുമായ കർത്താവേ, എന്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിന്റെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായി. എന്റെ അധരത്തിലെ വാക്കുകളുണ്ടല്ലോ, ഈ വാക്കുകൾ ഉപയോഗിക്കുക ശ്രദ്ധാപൂർവ്വം. എന്റെ അധരത്തിലെ വാക്കുകൾ, എന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ. ഇയാൾ നിർത്തിയാൽ നിങ്ങൾ ഒന്ന് ഉറങ്ങാമായിരുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ചാൽ അതാരറിയും? നീ അത്തിയുടെ ചുവട്ടിൽ ഇരുന്നപ്പോ ഞാൻ നിന്നെ അല്ലേ? നീ എഴുന്നേക്കുന്നതും ഇരിക്കുന്നതെല്ലാം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഉറക്കമൊക്കെ ഊണ് കഴിഞ്ഞ് നല്ലൊരു ഉറക്കത്തിന് വേണ്ടി വന്നത്. ജഡം പറയുകയാണോ ഉറങ്ങണോ? അല്ലേ? അതുകൊണ്ടാണ് ഗലാത്തി, ഈ ഉറക്കം വരുന്നവര് ഗലാത്തി 5:16-20 പ്രാവശ്യം വായിച്ചു. ഗലാത്തി 5:16 ഇതൊന്നും കാണാതെ പഠിക്കും. ഗലാത്തി 5:16 ഗലാത്തിക്കാർക്ക് എഴുതിയ ലേഖനം. എല്ലാവരും പറഞ്ഞു ഗലാത്തി 5:16. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുകയും ജഡമോഹങ്ങളെ ഒരിക്കലും ജഡമോഹങ്ങളെ കണ്ടിരിക്കുന്ന വ്യക്തികളോട് ജഡമോഹങ്ങളെ ഒരിക്കലും. നമുക്ക് ജഡമോഹം മലയാളിക്കുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നല്ല മണത്തിൽ ഇറച്ചിയൊക്കെ ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് അടിക്കും. അതിനകത്ത് പല രസം കയറ്റി വെക്കും. വയറ്റിന് കൊള്ളാത്ത പല കാര്യങ്ങളും കയറ്റി വെക്കുന്ന അറിയത്തില്ല. അപ്പൊ അതൊക്കെ മേടിച്ച് കഴിച്ച് വയറിന് വേദനയും വന്ന് ആകപ്പാടെ അസ്വസ്ഥയും വന്ന് നടക്കുന്നവരുണ്ട് ചിലർ. ഹല്ലേലൂയ. ഞാനും പോൾസന്മാരോട് ചങ്ങനാശ്ശേരി നിൽക്കുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട്, ഞങ്ങളൊരു ചായ മേടിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന ഒരു പയ്യൻ വന്നിട്ട് ഒരു വലിയൊരു ചിക്കൻ മോളി മേടിച്ചു. ചിക്കൻ മോളി എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം ചിക്കൻ, ഫുൾ ചിക്കൻ മേടിച്ചിട്ട് ഞങ്ങൾ ചായ കുടിച്ച് തീരുന്നതിന് അവൻ അതെല്ലാം കഴിച്ചു. പ്രിയ സ്ഥലങ്ങളിൽ ചില വ്യക്തികളുണ്ട് ജഡത്തിന് വേണ്ടി മാത്രം ജീവിക്കും. ജഡികനായ മനുഷ്യൻ, സുഖലോലുപത. ഇതാണ് ഇന്നത്തെ മനുഷ്യന്റെ പ്രത്യേകത, സുഖലോലുപത. ജീവിതത്തിലെ ഒന്നും സഹിക്കാൻ പറ്റും, സുഖം തേടി നടക്കുക. അതുകൊണ്ടാണ് ഈ ഒരു ബ്രാഹ്മണ സ്ത്രീ, സുമയെന്ന് പറയുന്ന സ്ത്രീ, അവര് ഏതാണ്ട് ഒരു 45 ബ്രാഹ്മണ കുടുംബം, അവര് രഹസ്യമായ യോഗം, അവരെല്ലാം ഞാൻ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. അവരിപ്പോ കേൾക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാം പള്ളി അമ്പലത്തിലൊന്നും പോകത്തില്ല. അവരെഴുതിയൊരു പാട്ടാണ് ശ്രദ്ധിച്ച്.
സുഖം തേടി അലയുന്ന മനുജാതിന്റെ സുഖമെത്ര കാലമെന്ന് പറയാമോ നീ? ആദ്യത്തെ ചോദ്യം, സുഖം തേടി അലയുന്ന മനുജാതിന്റെ സുഖമെത്ര കാലമെന്ന് പറയാമോ നീ? കണ്ടോ, ജടിക സുഖങ്ങളിൽ അരഞ്ഞു ഞാൻ നടന്നപ്പോൾ ജഗദീശൻ ആരെന്നറിഞ്ഞില്ലയോ? നിന്റെ ജഗദീശൻ അറിഞ്ഞില്ലയോ? എന്നിട്ടാ അതിങ്ങനെ പറഞ്ഞു, ഇരുൾ മൂടി കിടക്കുന്ന ഹൃദയത്തിനുള്ളിൽ ഒരു ദീപം ഈശോയ്ക്കായി തെളിക്കയില്ലേ? ഒരു ദീപം ഈശോയ്ക്കായി തെളിക്കയില്ലേ?